നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ ലാലഴകം. മലയാള ടെലിവിഷൻ പ്രേക്ഷകരുടെ മനസ്സിൽ വളരെ കാലമായി ഇടം പിടിച്ച ഒരു പരമ്പരയാണ് കുടുംബശ്രീ ശാരദ. കുടുംബശ്രീ ശാരദ ഇപ്പോൾ 1500-ന്റെ നിറവിൽ നിൽക്കുകയാണ്. അതിൻ്റെ ആഘോഷം ഇവിടെ വെള്ളനാട് ഒരു ഓഡിറ്റോറിയത്തിൽ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഓരോ താരങ്ങളും നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തുകയാണ്. ആ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. കുടുംബശ്രീ ശാരദയുടെ തുടക്കം മുതലുള്ള ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച ഒരാളാണ് ജീവ. ഇപ്പോൾ കുറച്ച് ബ്രേക്ക് ആയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ യാത്രയെക്കുറിച്ച് പറയാനുള്ളത്? ഈ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് എപ്പിസോഡ് തൊട്ട് ഏകദേശം ഒരു 800 എപ്പിസോഡ് വരെ ഉണ്ടായിരുന്നു. രാജീവ് രംഗനാഥ് എന്നായിരുന്നു ക്യാരക്ടറിൻ്റെ പേര്. നമ്മുടെ കുടുംബശ്രീ ശാരദയുടെ ഏറ്റവും മൂത്ത മകളെ പ്രേമിച്ച് കല്യാണം കഴിച്ച് അങ്ങനത്തുള്ള ക്യാരക്ടറായിരുന്നു. ഇപ്പോൾ വേറൊരു രീതിയിലുള്ളൊരു കഥയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചെറിയൊരു ബ്രേക്ക് വന്നതേ ഉള്ളൂ. ഇനി വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. വളരെ പുതിയ കണ്ടതിനേക്കാൾ കൂടുതൽ കാണാത്ത അതെ വേറെ പുതിയൊരു രീതിയിലുള്ളൊരു എൻട്രി, പുതിയ രീതിയിലുള്ള ഒരു രൂപമാറ്റം എല്ലാം സംഭവിച്ച് വരാൻ ഉള്ളൊരു സാധ്യതയുള്ളൊരു ക്യാരക്ടറാണ് രാജീവ് രംഗനാഥ് എന്നുള്ളത്. ഒരുപാട് സന്തോഷം. കാരണം 1500 എപ്പിസോഡ് കടന്നിട്ട് നമ്മുടെ കുടുംബശ്രീ ശാരദ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ജനാർദ്ദൻ സാറിൻ്റെ എന്നെ ആദ്യമേ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആദ്യമേ വർക്കിന് വിളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. നമ്മൾ ഈ മാനിഫെസ്റ്റ് ചെയ്യാന്നൊക്കെ പറയില്ല, അതുപോലെ ആയിരുന്നു. എനിക്ക് ജനാർദ്ദൻ സാറിൻ്റെ ഒരു വർക്കിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു. അങ്ങനെയാണ് വർക്കിന് വിളിക്കുന്നത്. അപ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണെന്ന് തന്നെ സാറിൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ ക്യാരക്ടർ ഏറ്റെടുക്കുന്നത്. അത് പ്രേക്ഷകരുടെ താല്പര്യം അല്ലെങ്കിൽ അവരുടെ ഒരു പ്രാർത്ഥന കൊണ്ട് നല്ല രീതിയിലായി തീർന്നു എന്നാണ് എനിക്ക് എൻ്റെ രീതിയിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. കുടുംബശ്രീ ശാരദയുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഞങ്ങളുടെ സീരിയൽ ഇത്രയും ഒരു ഹൈപ്പിൽ എത്താനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രേക്ഷകർ തന്നെയാണ്. കാരണം ഇപ്പോൾ സമയം മാറ്റിയപ്പോൾ പോലും പഴയ പ്രേക്ഷകർ അതുപോലെ തന്നെ വീണ്ടും കാണുന്നുണ്ട്, തുടർച്ചയായിട്ട് കാണുന്നുണ്ടെന്നറിയാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും തുടർന്ന് അതേ സപ്പോർട്ട് തന്നെ തുടരുക. കാരണം 1500 അല്ല, 2000 അല്ല, 2500 അല്ല, 3000 അതിന് മേളിലൊക്കെ എപ്പിസോഡിൽ പോകാൻ സാധിക്കട്ടെ കുടുംബശ്രീ ശാരദയ്ക്ക്. ഞാനും അതിൻ്റെ ഒരു പാർട്ടാവാൻ വീണ്ടും വരാനായിട്ട് സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഗോൾഡ്, സിൽവർ, ഡയമണ്ട് ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻസ്, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻ റോയൽ ജുവലേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കുവാൻ നിങ്ങൾക്കിപ്പോൾ സുവർണാവസരം. ഏവർക്കും റോയൽ ജുവലേഴ്സിലേക്ക് സ്വാഗതം. റോയൽ ജുവലേഴ്സ് നിയർ KSRTC ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, കാട്ടാക്കട.